തമിഴ്നാട്ടിൽ ഒരു പ്രേത ഗ്രാമമുണ്ട്. നമ്മൾ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെ കാട് കയറി വൃത്തിയില്ലാതെ അല്ലെങ്കിൽ പൊടിയൊക്കെ പിടിച്ചു കിടക്കുകയാണ് എങ്കിൽ നമ്മുടെ ഉള്ളൊന്ന് വിറയ്ക്കാറുണ്ട്. കാരണം നമ്മളെ ഭയപ്പെടുത്തുന്ന ചില ദൃശ്യങ്ങളാണതൊക്കെ. അത് തന്നെയല്ല, നെഗറ്റീവ് എനർജി തിങ്ങി നിൽക്കുന്ന ചില കാര്യങ്ങളാണിതെല്ലാം. അത്തരം സ്ഥലങ്ങളിലേക്ക് പോകാൻ പോലും നമ്മൾ മടിക്കാറുണ്ട്. എന്നാൽ അങ്ങനെയുള്ളൊരു ഗ്രാമമാണ് തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ജില്ലയിലുള്ളത്. സൈക്കരക്കുടി പഞ്ചായത്തിലെ 3 കുഗ്രാമങ്ങൾക്കും അപ്പുറം മീനാക്ഷിപുരം എന്നൊരു നാട്. അവിടേക്ക് പോകുമ്പോൾ റോഡ് മെല്ലെ മായും. പിന്നെ റോഡില്ല, അവിടെ ചളി നിറഞ്ഞ പാത. ആ പാതയുടെ അവസാനത്തിൽ ഉപേക്ഷിക്കപ്പെട്ട കുറേയധികം വീടുകൾ. മിക്ക വീടുകളും കാട് കയറി കിടക്കുന്നു. സൂര്യപ്രകാശത്തിൽ വീടുകളിലെ ചിതൽപുറ്റുകൾ കാണാം. ചിതൽപുറ്റുകൾ കാണാം. പിശാചുക്കളുടെ വാസസ്ഥലം പോലെ. 2 സഹോദരന്മാർ ഒരുമിച്ച് താമസിക്കുന്നതല്ലാതെ ആ ഗ്രാമത്തിലെ മറ്റൊരു വീട്ടിൽ പോലും ആൾ താമസമില്ലത്രേ. അതിനെപ്പറ്റി ആ സഹോദരങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ്. വർഷങ്ങൾക്ക് മുൻപ് അവർ ഈ ഗ്രാമം വിട്ടുപോയിരുന്നു. അവരുടെ അമ്മ മരിച്ചതിന് ശേഷം പതിറ്റാണ്ടുകളായി ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ ഇവിടെ ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത്. ചിലപ്പോൾ സ്വന്തമായി ഭക്ഷണം പാചകം ചെയ്യുക, ചിലപ്പോൾ തൂത്തുക്കുടിയിൽ ഞങ്ങളെ സന്ദർശിക്കുക, അങ്ങനെയൊക്കെയായിരുന്നു അച്ഛൻ്റെ പതിവ്. ഏതാനും നാളുകൾക്ക് മുൻപ് അദ്ദേഹവും മരിച്ചു. അതിനാൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നിലനിർത്താൻ ഇവർ തീരുമാനിച്ച് ഗ്രാമത്തിലേക്ക് മടങ്ങി വരികയായിരുന്നു. 22 കാളകളുമായാണ് ഇവർ ഇവിടേക്ക് വന്നതത്രേ. ഇവിടെ വെള്ളമില്ല. അതിനാൽ കാളകൾക്ക് വെള്ളം കുടിക്കാനും മേയാനും സമീപമുള്ള സൈക്കരക്കുടി ഗ്രാമത്തിലേക്ക് ദിവസവും 5 കിലോമീറ്റർ നടന്നാണ് പോകുന്നത്. ഇവരുടെ കുടുംബം, ഇതിലൊരാളുടെ കുടുംബം ഇപ്പോഴും തൂത്തുക്കുടിയിലാണ്. അവർ ഇങ്ങോട്ട് വരാൻ, ഇദ്ദേഹത്തിനോടൊപ്പം ഈ ഗ്രാമത്തിലേക്ക് വരാൻ ഇഷ്ടപ്പെടുന്നില്ല. മൂത്ത സഹോദരൻ പറയുന്നു, ഞാൻ 10ാം ക്ലാസ് വരെയും രവി 7ാം ക്ലാസ് വരെയും പഠിച്ചിട്ടുണ്ട്. തൂത്തുക്കുടിയിൽ ഡ്രൈവറായി ജോലി ചെയ്തിരുന്നു. എൻ്റെ കുടുംബം ഇപ്പോഴും അവിടെയാണ് താമസിക്കുന്നത്. ഞാൻ അച്ഛൻ്റെ ഗ്രാമത്തിലേക്ക് പോകുന്നു. അതിശയകരമെന്ന് പറയട്ടെ, 50,000 ലിറ്റർ കപ്പാസിറ്റിയുള്ള ഒരു വാട്ടർ ടാങ്ക് ഇവിടെയുണ്ട്. എന്നാൽ അതിൽ വെള്ളമില്ല എന്നത് അതിശയകരമാണ്. 5 കിലോമീറ്റർ അകലെയുള്ള ഒരു ഗ്രാമത്തിലെ കിണറ്റിൽ നിന്നാണത്രേ ഇവിടെ വെള്ളം പമ്പ് ചെയ്യുന്നത്. ടാങ്കിലെ എഴുത്ത് വ്യക്തമല്ല. ടാങ്ക് പണിതത് എന്നാണ് എന്ന് കണ്ടെത്താൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. എന്നാലും 2000 വർഷം പഴക്കമെങ്കിലും ഇതിനുണ്ടാകുമെന്ന് കരുതുന്നു. ഇവരുടെ അച്ഛൻ കന്ദസ്വാമി നായ്ക്കർ ഏതാനും നാളുകൾക്ക് മുൻപാണ് മരിച്ചത്. ഗ്രാമവാസികൾ ഓരോരുത്തരായി അവിടെ നിന്ന് നാട് വിട്ടുമ്പോൾ കന്ദസ്വാമി എന്ന് പറയുന്ന ഇവരുടെ അച്ഛൻ ആ ഗ്രാമം ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. അയാൾ അവിടെ തന്നെ ജീവിക്കുകയായിരുന്നു. വെള്ളത്തിൻ്റെ ലഭ്യതക്കുറവും മഴയില്ലാത്തതും കൊടുംചൂടും ഗ്രാമവാസികളെയൊക്കെ അവിടെ നിന്നും അകറ്റുകയായിരുന്നു. അങ്ങനെയുള്ളൊരു പ്രദേശം അങ്ങനെ ആരും വരാറില്ല. ഗ്രാമവാസികൾക്ക് ഭൂമി വിൽക്കാനും സാധിച്ചില്ല. ചില ഭാഗ്യമുള്ളവർ കിട്ടുന്ന തുകയ്ക്ക് കാറ്റാടി ഫാം കമ്പനികൾക്ക് അവരുടെ സ്ഥലം വിട്ടിട്ട് നാട് വിട്ടു അത്രേ. എന്നാൽ ഇന്ന് ഗ്രാമത്തിൽ കൃഷിയില്ല. കനത്ത വെയിലിനെ അതിജീവിക്കുന്ന കുറേ മുൾച്ചെടികൾ മാത്രമുണ്ട്. അതും ഉണങ്ങി മരങ്ങളെല്ലാം ഉണങ്ങി നിലത്ത് വീണ് കഴിഞ്ഞു. മരങ്ങളുടെ സ്ഥാനത്ത് കുറേ കാറ്റാടി യന്ത്രങ്ങൾ. അതുകൊണ്ട് തന്നെ വെള്ളമില്ലെങ്കിലും കറണ്ടുണ്ട്. പക്ഷെ മറ്റു വീടുകളിലൊന്നും ആൾക്കാർ താമസമില്ല. ഇവിടെ ഒരു പെരുമാൾ അമ്മൻ ക്ഷേത്രമുണ്ട്. അവിടെ പൂജിക്കാൻ ചില പൂജാരിമാർ മാത്രം ദിവസം വന്നു പോകും. സമീപ ഗ്രാമങ്ങളിലെ ഗ്രാമവാസികൾ ചൊവ്വ വെള്ളി ദിവസങ്ങളെ പ്രാർത്ഥിക്കാൻ ഇവിടെ എത്തുന്നു. ഈ ഗ്രാമത്തിൽ ഇപ്പോൾ അവശേഷിക്കുന്നത് എന്ന് പറയാൻ ഇതുമാത്രമാണ്. ഇങ്ങനെ ഒരു ഗ്രാമത്തിൽ ഒറ്റയ്ക്ക് പെട്ടുപോയാലുള്ള സ്ഥിതി ഒന്ന് ആലോചിച്ചു നോക്കൂ. ആലോചിക്കാൻ പോലും ആകില്ല. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.